സോ നിങ്ങളെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങളെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ മെന്റർക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത്ര ഇന്റിമേറ്റ് ആയിട്ട് വരേണ്ട കാര്യമില്ല. ശാരീരികപരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ത്രീകളെയും. നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ലൂപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ അടുത്ത് നിന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു കാര്യം കേട്ടിട്ടുള്ളത്, ഒരുപാട് ആളുകള് ഇതേ സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഫൈനാൻഷ്യൽ ആയിട്ട് അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹേയ് all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഞാൻ ഇന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ പലപ്പോഴായിട്ട് നിങ്ങളടുത്ത് പറയണം, പക്ഷെ ഇത് എങ്ങനെ പറയണം, കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇത് എന്നെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും അതേ ഒരു ഇൻസിഡന്റ് ഞാൻ കേൾക്കാൻ ഇടയായ സമയത്താണ് ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഇത് നിങ്ങളിലേക്ക് എത്തിക്കാം. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവട്ടെ, നിങ്ങൾ അവെയർ ആയിട്ടിരിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലോ അവർക്ക് ഇത് മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അവര് അവെയർ ആയിട്ടിരിക്കട്ടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇതുപോലത്തെ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് വളരെ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളുമായിട്ട് നമ്മളൊരു ആസ്ട്രോളജറെ കാണാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സൈക്കിക് മീഡിയം, ടാരോ ട്രീഡർ പോലുള്ള ആളുകളൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഇതുപോലെ അവരുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ ഫൈനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങള് വേണ്ടതും വേണ്ടാത്തതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ഫൈനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ് അല്ലെ, നമ്മളെ സൊസൈറ്റിയിൽ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളത് സൈലന്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് പോലും അറിയില്ല അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനാൻഷ്യലി, ഫിസിക്കലി. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവര് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, അവരത്ര ആരാധിക്കുന്ന ആളുകളായിരിക്കാം, അവരുടെ അടുത്ത് നിന്നായിരിക്കാം അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ പോകുന്ന അവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ ചീറ്റ് ചെയ്യപ്പെടുകയാണ്, എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളണം എന്നില്ല. സോ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ടോപ്പിക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ, നിങ്ങൾ നാളെ ഇതുപോലെ എന്നെ പോലെ ഒരു ടാരോ റീഡർ എടുത്ത് പോകുന്ന സമയത്ത്, ഒരു സ്പിരിച്വൽ മെന്റർ എടുത്ത് പോകുന്ന സമയത്ത്, ഒരു ആസ്ട്രോളജറുടെ അടുത്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ അത്ര വീക്ക് ആയിട്ടുള്ള, നിങ്ങളുടെ അത്ര വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേറൊരാൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇതേ സെയിം അവസ്ഥയിൽ പോകുന്ന പല ആളുകളും ഉണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് അവിടെ സ്ത്രീകളാണ് എക്സ്പ്ലോയിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി, ഫൈനാൻഷ്യലി. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു സ്പിരിച്വൽ മെന്ററെ കാണാൻ പോകുന്ന സമയത്ത്, ഒരു മെന്ററെ കാണാൻ പോകുന്ന സമയത്ത്, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്ന സമയത്ത്, ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത്, ആരുമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ അത്ര ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഇതുപോലത്തെ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെ. അവിടെ നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് തരിക, നിങ്ങൾക്ക് വേണ്ട ഒരു ഗൈഡൻസ് തരിക, നിങ്ങൾക്ക് വേണ്ട ഒരു മെന്റൽ സപ്പോർട്ട് തരിക എന്നുള്ളത് ഇതുപോലത്തെ പ്രൊഫഷൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ പല ആളുകളുണ്ട് അല്ലെ. സോ നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സ് മാത്രം നോക്കി വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും ഉണ്ട് അല്ലെ. ഞാൻ ഡോക്ടേഴ്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ആരും ആയിക്കോട്ടെ, ഈവൻ എന്നെ പോലെയുള്ള ഒരു ടാരോ റീഡർ ആയിക്കോട്ടെ. സോ എന്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, അവരുടെ അവസ്ഥ ഡീപ്പായിട്ട് മനസ്സിലാക്കുക, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ പോലുള്ള ആളുകളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ അവിടെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, എന്നെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചില ആളുകൾ ചില വ്യക്തിയെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവരെ അവിടെ ഫൈനാൻഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറിയ എമൗണ്ട് ഒന്നല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല.
ഒരുപാട് വലിയ എമൗണ്ട് അവരുടെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് വാങ്ങിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നും പറഞ്ഞിട്ടുമല്ല. അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. അവിടെ ഇതുപോലത്തെ ആളുകൾ അവരുടെ ക്ലയന്റുമായിട്ട് ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഫൈനാൻഷ്യലായിട്ട് അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സാമ്പത്തികപരമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ശാരീരികപരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സ്ത്രീകളെയും. പക്ഷെ അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവരത്ര ആരാധിക്കുന്ന വ്യക്തികള്, യൂട്യൂബിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അവരൊരുപാട് ആരാധിക്കുന്ന, അവരൊരുപാട് മെന്റർ ആയിട്ട് കാണുന്ന ആളുകള്, പക്ഷെ അവർക്ക് അറിയില്ല അവരെ ഫിസിക്കലി ഫൈനാൻഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ലൈഫിന്റെ അത്ര വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് വരാം, അല്ല ഇതുപോലത്തെ ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാം. അങ്ങനത്തെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു വൾനറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അവരുമായിട്ടുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാണെന്ന് പറയുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ അടുത്ത് അത് മനഃപൂർവ്വം ചെയ്യാണെന്ന് പറയുന്നില്ല. മേ ബി അവർക്ക് അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് വി ഷുഡ് നോട്ട് കോൾ ദം മെന്റർ. ഓക്കെ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അത് സ്പിരിച്വലി ആയിക്കോട്ടെ, ഏത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മെന്ററിന് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അവരുടെ ഒരു ക്ലയന്റ് ആണ്. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതിൽ മേലെ അവർ നിങ്ങളിലേക്ക് ഒരു ഫിസിക്കൽ ഇന്റിമസിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, ഒന്നുകിൽ അവർക്കത് കേപ്പബിൾ അല്ല, അവർക്കത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അവർ നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോവാണ്, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ വേണ്ട ഒരു ടൈമിലൂടെ പോവാണ്, നിങ്ങൾ വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു മെന്ററെ നിങ്ങൾ കാണുന്ന സമയത്ത്, ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളടുത്ത് കൂടുതൽ ഇമോഷൻസ് കാണിച്ചിട്ടല്ല, അത് ഫേക്ക് ഓർ റിയൽ, നിങ്ങളടുത്ത് ഇമോഷണലി കൂടുതൽ കണക്ട് ചെയ്തിട്ടോ, നിങ്ങളടുത്ത് കൂടുതൽ ഫിസിക്കലി കണക്ട് ചെയ്തിട്ടോ, നിങ്ങളടുത്ത് അത്ര നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളോ പറഞ്ഞിട്ടല്ല. അങ്ങനെയല്ല ഒരു റിയൽ മെന്റർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. and അവർക്ക് അറിയാം എവിടെ സേഫ് ബൗണ്ടറി വെക്കണം എന്നുള്ളത്. and അവർക്ക് അറിയാം, ഒരു സ്പിരിച്വൽ ടീച്ചേഴ്സിന് അറിയാം വാട്ട് ഈസ് സാക്രൽ എനർജി. സോ നിങ്ങളെ ഹീൽ ചെയ്യാൻ, നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങളെ ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ മെന്റർക്ക് നിങ്ങളെ ഹീൽ ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് അത്ര ഇന്റിമേറ്റ് ആയിട്ട് വരേണ്ട കാര്യമില്ല. ദേ ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ. നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല നിങ്ങളൊരു ബാഡ് സിറ്റുവേഷന്, അതിലും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മനസ്സിലാക്കുക, ഒരു റിയൽ, ഒരു റൈറ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ മെന്റർ, സ്പിരിച്വൽ ഗുരു, സ്പിരിച്വൽ ടീച്ചേഴ്സ്, അവർക്കറിയാം എന്ത് ഇമോഷൻസ് അവരുടെ ക്ലയന്റിന് കൊടുക്കണം, എവിടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ടീച്ചർ നിങ്ങളെ ഫിസിക്കലി കണക്ട് ചെയ്യില്ല. because they know, or they should know what is sacral energy, sacral chakra. ഇവിടെ വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അറിയില്ല അവരെ ഫിസിക്കലി ഫൈനാൻഷ്യലി അവർ ട്രാപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അവരെ ബ്ലൈൻഡ്ലി വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ആരാധനയോട് കൂടിയിട്ട് കാണുന്ന ആളുകളായിരിക്കാം. ഈവൻ എന്നെ വിളിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്, വളരെ ആരാധനയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്, ഒരുപാട് അഡ്മയർ ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത്. എനിക്ക് അറിയില്ല എന്നിൽ എന്താണ് അത്ര നിങ്ങൾക്ക് അഡ്മയർ ചെയ്യാനുള്ളത് എന്നുള്ളത്. സോ ചില ആളുകളോട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ മാത്രം കാണുന്ന ആളുകളായിരിക്കാം, റൈറ്റ്? അവരെന്താണോ കാണിക്കുന്നത്, ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്താണോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത്ര മാത്രമേ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് അറിയുള്ളൂ. എനിക്കും എൻ്റെ ശരിതെറ്റുകളുണ്ട്, എനിക്കും എൻ്റെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്, അല്ലെ? സോ ഒരു ആളുകളുമായിട്ട് നമുക്ക് പരിചയമില്ല. ഓക്കെ, അവരുടെ സർവീസ് ചെയ്യുന്നു, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കണക്ട് ചെയ്യുന്നു. അതിന് മേലെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. ഒന്നും മനസ്സിലാക്കാതെ കുറച്ച് ദിവസത്തെ ഒരു പരിചയം വെച്ച്, അല്ലെങ്കിൽ കുറച്ച് സമയത്ത് ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വെച്ച് നിങ്ങളെ ഫൈനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കാതിരിക്കുക, സെക്ഷൽ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. അവരത് ഇന്റൻഷനലി ചെയ്യുന്നതായിക്കോട്ടെ അല്ലാതെ ചെയ്യുന്നതായിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഒരാളുടെ അടുത്ത് നിന്ന് മാത്രമല്ല ഞാൻ ഈ ഒരു കാര്യം കേട്ടിട്ടുള്ളത്, ഒരുപാട് ആളുകള് ഇതേ സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
സൈലന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, സൈലന്റ് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോവാണ്. അവർക്ക് പറയാൻ പറ്റില്ല വേറെ ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. ഇതൊന്നും എന്റെ ചില ക്ലയൻസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടല്ല ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ സൈക്കിക് റീഡിങ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ടാരോട്ട് റീഡിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. സോ ഞാൻ ചോദിക്കുന്ന സമയത്താണ് ഓക്കെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് പറയാം. സോ ഇത് ഞാൻ ആരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾ അവരെ അഡ്മയർ ചെയ്തോളൂ. ഈവൻ എന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടോളൂ. പക്ഷെ ഒന്നും ബ്ലൈൻഡ്ലി പോവാതിരിക്കുക. അത് സ്പിരിച്വാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ എന്ത് വിശ്വാസമാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര അഡ്മയർ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ബ്ലൈൻഡ്ലി ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ഞാൻ അർജന്റ് ആയിട്ട് ചെയ്യുന്നത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും റിയലൈസ് ചെയ്യട്ടെ. മേ ബി ലൈക്ക് ഇപ്പൊ ഞാൻ പറയുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് എന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാം. അതുവരെ നിങ്ങളൊരു മായാലോകത്തായിരിക്കാം, അല്ലെങ്കിൽ ഫാന്റസി വേൾഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളെ മിസ്യൂസ് ചെയ്തെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു ലൂപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളടുത്ത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, രണ്ടും എനർജിയാണ്. മണി എന്ന് പറയുന്നത് എനർജിയാണ്. സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്, സാക്രൽ എനർജി. സോ വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആരായിട്ടാണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നമ്മളെ നല്ല രീതിയിലും കൊണ്ടുപോകാം, വളരെ ഡിസ്ട്രോയ് ചെയ്യാനും പവറുള്ള ഒരു കാര്യമാണ്. സോ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലും ഇത് കേട്ട് ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ട്, ഹെൽത്തി ആയിട്ട്, സമാധാനമായിട്ടിരിക്കാം. ഇത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, അവിടെ നിങ്ങൾ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയും പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് വന്നുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട്, ഇപ്പൊ നിങ്ങൾ എത്ര റിച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അളന്ന് കൊടുക്കാൻ പഠിക്കാം. ഓക്കെ, കാരണം മണി എന്ന് പറയുന്നത് എനർജിയാണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ആരുമായിട്ടാണ് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബി വെരി കെയർഫുൾ. നിങ്ങൾ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ആരുടെ ഹെൽപ്പാണ് നിങ്ങൾ എടുക്കുന്നത്, ഇതൊക്കെ മനസ്സിൽ വെക്കാം. ആൻഡ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് റിയാക്ട് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് റിയാക്ട് ചെയ്യാനെങ്കിലും പറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനെങ്കിലും പറ്റട്ടെ, ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.